2025 ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി കോഴ്സാണോ നിങ്ങളുടെ ലക്ഷ്യം? തീർച്ചയായും നിങ്ങൾ CUET എക്സാമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. എന്താണ് CUET എക്സാമിനേഷൻ? CUET വഴി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്? ഏതൊക്കെ സബ്ജക്റ്റുകളാണ് CUET വഴി നമ്മൾ എഴുതേണ്ടത് എന്നതിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. എങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ? ആദ്യമായി CUET എക്സാമിനേഷൻ എന്താണെന്ന് നോക്കാം. CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ഫുൾ ഫോം. ഇന്ത്യയിലെ സെൻട്രൽ, സ്റ്റേറ്റ്, ഡീം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലെ UG, PG, PhD കോഴ്സുകളിലെ സീറ്റുകൾ ഫിൽ ചെയ്തു പോകുന്നത് CUET UG, PG, PhD എക്സാമിനേഷൻ വഴിയാണ്. നമുക്ക് CUET UG എക്സാമിനേഷൻ എന്താണെന്ന് നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ UG പ്രോഗ്രാമുകളിലെ സീറ്റ് ഫിൽ ചെയ്തു പോകുന്നത് മെയ് മാസത്തിൽ നടക്കുന്ന CUET പരീക്ഷകളിലൂടെയാണ്. ഇന്ത്യയിലെ വിവിധ എൻട്രൻസ് എക്സാമുകളായ നീറ്റ്, JEE, നെറ്റ് തുടങ്ങിയ എക്സാമിനേഷൻസ് നടത്തുന്ന NTA ആണ് CUET എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ നിങ്ങൾ CUET എന്താണെന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ഡൊമൈൻ സബ്ജക്ട്, ലാംഗ്വേജ്, ജനറൽ പേപ്പർ ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടേംസ് കണ്ടിട്ടുണ്ടാവും. ആ കൺഫ്യൂഷൻ നമുക്ക് ആദ്യം മാറ്റിയെടുക്കാം. NTA ടോട്ടൽ 63 സബ്ജക്റ്റുകൾക്കാണ് എക്സാമിനേഷൻ നടത്തുന്നത്. ഈ 63 സബ്ജക്റ്റുകളെ 3 സെഷനുകളായി തിരിച്ചിട്ടുണ്ട്. സെഷൻ 1 ലാംഗ്വേജസ്, സെഷൻ 2 ഡൊമൈൻ സബ്ജക്ട്, സെഷൻ 3 ജനറൽ പേപ്പർ എന്നിങ്ങനെയാണ് സബ്ജക്റ്റുകളെ തിരിച്ചിരിക്കുന്നത്. സെഷൻ 1-ൽ 33 ലാംഗ്വേജ് ആണ് ഉള്ളത്. ഈ ലാംഗ്വേജുകളുടെ സിലബസ് NTA വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. 1 റീഡിംഗ് കോംപ്രഹെൻഷൻ, 2 വെർബൽ എബിലിറ്റി, 3 റീഅറേഞ്ചിങ് ദ പാർട്സ്, 4 ചൂസിംഗ് ദ കറക്റ്റ് വേർഡ്, 5 സിനോണിംസ് ആൻഡ് ആന്റണിംസ്, 6 വൊക്കാബുലറി. ഇതാണ് സെഷൻ 1 സിലബസ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിൽ +2 പഠിച്ച സബ്ജക്റ്റുകളാണ് സെഷൻ 2-ൽ വരുന്നത്. സെഷൻ 2-ൽ വരുന്ന സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽഡ് സിലബസ് NTA വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. സെഷൻ 3-ൽ ജനറൽ പേപ്പർ ആണ്. ജനറൽ നോളേജ്, കറന്റ് അഫയേഴ്സ്, ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ്. ഇതാണ് ജനറൽ പേപ്പർ സെഷന്റെ സിലബസ്. ഈ 3 സെഷനുകളിലെ വിവിധ സബ്ജക്ട് കോമ്പിനേഷനുകൾ എഴുതിയാലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ UG പ്രോഗ്രാമിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾക്ക് ഈ 3 സെഷനിൽ നിന്നും വിവിധ സബ്ജക്ട് കോമ്പിനേഷനുകൾ എഴുതുവാൻ പറയുന്നുണ്ട്. ഓരോ കോഴ്സിനുമുള്ള സബ്ജക്ട് കോമ്പിനേഷൻ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ exams.nta.ac.in/CUET UG വെബ്സൈറ്റുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നതാണ്. exams.nta.ac.in/CUET UG വെബ്സൈറ്റിൽ CUET UGയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളും ആ കോഴ്സുകൾക്ക് CUET UG എക്സാം വഴി എഴുതേണ്ട സബ്ജക്ട് കോമ്പിനേഷനുകൾ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയായ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി BSc ഓണേഴ്സ് ഇൻ ഫിസിക്സ് കോഴ്സിന് യൂണിവേഴ്സിറ്റി പറയുന്ന സബ്ജക്ട് കോമ്പിനേഷൻ ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് മാത്തമാറ്റിക്സ് പ്ലസ് എനി 1 ലാംഗ്വേജ് ആണ്. ഇതുപോലെ ഓരോ കോഴ്സിനും യൂണിവേഴ്സിറ്റികൾ ലാംഗ്വേജ്, ഡൊമൈൻ സബ്ജക്ട്, ജനറൽ പേപ്പർ സെഷനുകളിൽ നിന്നും സബ്ജക്ട് കോമ്പിനേഷൻ എഴുതുവാൻ പറയുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എഴുതേണ്ടതെന്ന് വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാൻഡിഡേറ്റിന് മാക്സിമം 6 സബ്ജക്റ്റുകളാണ് സെഷൻ 1, 2, 3-ൽ നിന്നും എഴുതാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ്, ഡൊമൈൻ സബ്ജക്ട്, ജനറൽ പേപ്പർ എന്നീ ടേംസ് എന്താണെന്നും ഇതുവഴി ഓരോ കോഴ്സിനും യൂണിവേഴ്സിറ്റികൾ എഴുതാൻ പറയുന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. CUET എൻട്രൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി മാസത്തിലാണ് NTA പബ്ലിഷ് ചെയ്യുന്നത്. മെയ് മാസത്തിലാണ് എക്സാമിനേഷൻസ് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് എല്ലാ സബ്ജക്റ്റുകൾക്കും ചോദിക്കുന്നത്. ഹൈബ്രിഡ് മോഡിലാണ് CUET UG എക്സാമിനേഷൻ NTA നടത്തുന്നത്. എക്സാമുകൾക്ക് ശേഷം പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. കറക്ഷനുകൾ ഉണ്ടെങ്കിൽ പ്രൂഫ് സഹിതം അത് ചാലഞ്ച് ചെയ്യാം. തെറ്റുകൾ തിരുത്തി ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം സ്കോർ കാർഡുകൾ NTA റിലീസ് ചെയ്യുന്നതാണ്. ഇവിടെ സ്കോർ കാർഡുകൾ എന്നാണ് പറഞ്ഞത്, റാങ്ക് ലിസ്റ്റ് എന്നല്ല. അതിന് കാരണവുമുണ്ട്. NTA CUETക്കായി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നില്ല. പകരം ഓരോ സ്റ്റുഡന്റിനും അവരെഴുതിയ സബ്ജക്റ്റുകളുടെ മാർക്കുകളാണ് സ്കോർ കാർഡിൽ കാണാൻ സാധിക്കുന്നത്. NTA റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഇല്ലാതെ അഡ്മിഷൻ നടക്കുന്നത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമാണ്. NTA സ്കോർ കാർഡുകൾ പബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം
CUET UGയിൽ പങ്കെടുക്കുന്ന ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അവരുടെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കുകയും അവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കോഴ്സിന് ഓൺലൈനായി യൂണിവേഴ്സിറ്റി പറയുന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ സ്കോർ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഈ സ്കോറുകളെ സോർട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റികൾ ഓരോ കോഴ്സിനുമുള്ള റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ഓരോ കോഴ്സിനുമുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. സോ ഇത്രയുമാണ് CUET എക്സാമിനേഷനും അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നടപടികളും. ഇനി നിങ്ങൾക്ക് CUETയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. സോ കൂടുതൽ അപ്ഡേഷൻസിനായി ബ്രില്യന്റിന്റെ CUET യൂട്യൂബ് ചാനൽ കാണുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.